നസീർ സാറ് സിനിമയിൽ മലയാള സിനിമയിൽ ഏറ്റവും അധികം ആകർഷിച്ച വ്യക്തിത്വം എന്ന് സാറ് പറഞ്ഞത് തീർച്ചയായിട്ടും പ്രേം നസീറിനെ. അതെ. അതായത് അദ്ദേഹം നസീർ സാറ് വളരുന്നതിനോടൊപ്പം തന്നെ ചുറ്റുമുള്ള സിനിമാ ലോകത്തെയും നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ എൻ്റെ പുസ്തകം വായിച്ചിരിക്കുന്നു. ഐ ആം ഹാപ്പി അബൌട്ട് ഇറ്റ്. അതെ, അദ്ദേഹം ആഗ്രഹിച്ചിരുന്നതാണ്. എന്നോടൊപ്പം ചുറ്റുമുള്ള ലോകവും വളരണമെന്ന് ആഗ്രഹിച്ച ഒരു കലാകാരനായിരുന്നു അദ്ദേഹം. ആ ചിന്ത ഇന്ന് എത്ര പേർക്കുണ്ടെന്നുള്ള കാര്യം ഒന്ന് അന്വേഷിച്ചാൽ. അതാണ് എൻ്റെ ചോദ്യം. നമ്മുടെ ഇപ്പോഴത്തെ നടന്മാര് സ്വന്തം കാര്യം സിന്ദാബാദിന്റെ വക്താക്കളായി. ഇപ്പം അതായത് നമുക്ക് മാറ്റാൻ പറ്റില്ല. ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി നന്നാക്കാൻ പറ്റാത്തത് എനിക്ക് നന്നാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ദൗർഭാഗ്യമാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അതെനിക്ക് പറയാൻ സാധിക്കും. ഞാൻ മലയാള സിനിമയിൽ വന്നിട്ട് എൻ്റെ പേര് മാത്രം മതി കച്ചവടമാകാനും തിയേറ്ററിലെത്താനുള്ളൊരു കാലഘട്ടമുണ്ട്. എൻ്റെ സൽപ്പേരിനുണ്ടായിരുന്ന ഇൻറ്റൻസിറ്റിയും ആർക്കും കുറച്ച് കാണാൻ പറ്റില്ല. ഞാൻ ഉണ്ടാക്കിയത് ഇന്നതുണ്ടെന്നല്ല, ഇന്നത് നൊസ്റ്റാൾജിയായിട്ട് ഇരട്ടിച്ചിരിപ്പുണ്ട്. അവരിലേക്കാണ് ഞാൻ ഈ ഫിലിം പ്രൊഡ്യൂസ് വരുന്നത്. യു ഗോട്ട് മൈ പോയിന്റ്. അപ്പോൾ അന്നും ഞാൻ എൻ്റെയും രണ്ട് ഫ്രണ്ട്സിനെയും വെച്ചല്ല സിനിമ എടുത്തത്. എൻ്റെ സിനിമകളിൽ വേറെ പറവൂർ ഭരതൻ, അദ്ദേഹം കമേഴ്ഷ്യൽ ആർട്ടിസ്റ്റാണോ? അല്ലല്ലോ. കുഞ്ഞാണ്ടി, അദ്ദേഹം ടിക്കറ്റ് വിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പേര് ടിക്കറ്റ് വിൽക്കുന്നുണ്ടാകും പുറത്തിടുന്നത്, അല്ലല്ലോ. ആറന്മുള പൊന്നമ്മ, മനസ്സിലാക്കണം. നെല്ലിക്കോട് ഭാസ്കരൻ, ഇങ്ങനെയുള്ള എനിക്കും ഇതേയുള്ള സെറ്ററൻസായ ആർട്ടിസ്റ്റുകൾ അവരെല്ലാം എൻ്റെ പടത്തിൽ ഞാൻ സഹകരിപ്പിക്കുമായിരുന്നു. അത് ഇപ്പോഴത്തെ തലമുറ ചെയ്യുന്നില്ല എന്നുള്ളത് ദുഃഖകരമാണ്. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. അവരിലേക്ക് തന്നെ ഒതുങ്ങി പോകുന്നു. അത് പാടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ട കാര്യമില്ല. എന്തിന് ഞാൻ എൻ്റെ അറിവ് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യണം? അങ്ങനെ ചിന്തിച്ചാൽ നമ്മൾ കരുതുന്നത് നമ്മൾ ഇത്രയും കാലം ദൈവം അവസരം തന്നു ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. അപ്പം നീ പഠിച്ചത് എന്താണ്? കൊടുക്കുന്തോറും ഏറിടും എന്ന് പറഞ്ഞ് നീ പഠിച്ച നിൻ്റെ പരിചയം, നിൻ്റെ പരിശീലനം, നിൻ്റെ പരിജ്ഞാനം അത് അടുത്ത തലമുറയ്ക്ക് കൂടെ നീ ഷെയർ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ തലമുറ അത് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളത് എന്നേക്കാൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അങ്ങനെ ചെയ്യാത്തതിൽ എനിക്ക് ഇന്നത്തെ തലമുറ ചെയ്യുന്നത്, ഒരാൾക്ക് അപജയം വന്നാൽ അല്ല പൊക്കിയെടുത്ത് നാട്ടുകാരുടെ മുമ്പിൽ നിർത്തി അവരുടെ സിമ്പതി കുറേ വാരിക്കോരി കാണിച്ച് 4 ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ട് അവരവരുടെ ഭാഗം മൈലേജ് ഉണ്ടാക്കും. അതല്ല ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തൊരു സഹവർത്തിത്വമുണ്ട്. ഈ സിനിമയ്ക്കകത്തല്ല, ജീവിതമേ ശാശ്വതമല്ല, ആണോ? അപ്പോൾ എല്ലാവരും ഒരുമിച്ച് പോകേണ്ട ഒരു മേഖല. ഒരു സിനിമയിലെ 100-125 യൂണിറ്റിലെ അംഗങ്ങൾ ഏതെല്ലാം വീട്ടിന് ഏതെല്ലാം രീതി വരുന്നവരാണ്. ഈ സിനിമയുടെ കൂടാരത്തിന് താഴെ വരുമ്പോഴാണ് എല്ലാവരും ഒരുമിക്കുന്നത്. അവർക്ക് തമ്മിൽ അതിനുള്ള ഒരു പരസ്പര ധാരണയും സ്നേഹവും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ സിനിമകളിൽ ഞാനത് അനുവർത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. എൻ്റെ ആദ്യകാല ചിത്രങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് പിരിയാൻ നേരത്തെ എപ്പോഴും പല ആർട്ടിസ്റ്റും യാത്ര കണ്ണുനീര് നിറഞ്ഞ യാത്ര, അങ്ങനൊരു ബന്ധം ഞാൻ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഞാൻ പുറത്തേക്ക് പോയിട്ട് ഷേക്ക് ഹാൻഡ് കൊടുത്ത് പബ്ലിക് ലക്ഷം വർദ്ധിപ്പിക്കാറില്ല. ഞാൻ വിളക്ക് വയ്ക്കുന്ന എല്ലായിടത്തും പോയി കൊളുത്തുമ്പോൾ തലനിട്ടാനോ പോകുന്ന ആളല്ല. ഞാൻ എന്നിലേക്ക് ഒതുങ്ങുന്ന ഒരൊറ്റയ്ക്ക് നടക്കുന്ന ആളാണ്. എന്നെ ഇഷ്ടപ്പെടുന്നവരോ എന്നെ സമീപിക്കുന്നവർക്കോ ഞാൻ ഒരു അപ്രിയമായ കാര്യങ്ങളും ചെയ്യില്ല. പക്ഷേ ഫിലിമി ഫ്രൈഡേസ് എന്ന സാധനത്തിൽ ഞാൻ സംഗതികൾ പറയുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് എവിടെയെല്ലാം കൊണ്ടു, എനിക്ക് എവിടെയെല്ലാം മനസ്സിലായി എന്നുള്ള കാര്യം ഞാൻ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും ഉദാഹരണ സഹിതം പറയുമ്പോൾ അത് തോന്നരുത്. അത് അയ്യോ ബാലേന്ദ്രൻ ഇത്രയും ഓർമ്മിച്ച് വെച്ചിരുന്നല്ലോ എന്ന് പറഞ്ഞൊരു നന്ദി എനിക്ക് പറയണം. അതാണ് എൻ്റെ ആഗ്രഹം.